ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. തെറ്റിപ്പോയോ? അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് അഗ്ലോണിമയുടെ നമ്മളിത് ഇതിലുള്ളതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്ലാന്റ് എല്ലാം നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സെല്ലറുടെ സ്ഥലം വരുന്നത് എടപ്പള്ളിയാണ്. അപ്പോൾ അതുപോലെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് നമുക്ക് എല്ലാത്തിൻ്റെയും പ്ലാനിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും 50 രൂപയാണ് റേറ്റ്. അത് നമ്മൾ കുറച്ച് അഗ്ലോണിമയുടെ 100, 150 അങ്ങനെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വരുന്ന എല്ലാ പ്ലാന്റിനും 50 രൂപയാണ് കേട്ടോ റേറ്റ്. ഒരുപാട് പ്ലാന്റുകൾ നമുക്കിതിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റുകൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് കൂടാതെ നമുക്ക് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും. ടോട്ടൽ എത്ര പ്ലാന്റ് എടുക്കുന്നു അപ്പോൾ അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പൊതുവേ പറയാനുള്ളത്. കൂടുതൽ കലാത്തിയ, സിങ്കോണിയം, പിന്നെ ബാക്കി പ്ലാന്റുകളുടെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു ടൈപ്പ് വെറൈറ്റീസൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റുകളുടെ സെയിലാണ് കേട്ടോ. കൂടുതലും നമ്മുടെ ഇൻഡോറായിട്ട് വെക്കുന്നതാണ് ഈ ടൈപ്പ് ഓഫ് പ്ലാന്റുകൾ കേട്ടോ. ഇൻഡോറായിട്ട് പ്ലാന്റുകൾ വെക്കാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ഇൻഡോറായിട്ട് പ്ലാന്റ് വയ്ക്കാൻ. എന്താണ് എനിക്ക് ഒട്ടും ഇഷ്ടം. എനിക്ക് വീടിൻ്റെ അകത്ത് ചെടി വെക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പണ്ട് ഞാൻ ഒരെണ്ണം കൊണ്ടുവച്ചിട്ട് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് അത് കരിഞ്ഞ് ഉണങ്ങി തീർന്നു പോകുമല്ലാതെ ഞാൻ അതിൻ്റെ വശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ആളാണ് ഞാൻ. എന്തോ മഴ പെയ്തപ്പോൾ ഒരുപാട് ചെടി പോയിട്ടോ. എൻ്റെ ചെടിയെല്ലാം ഒരു പ്ലാവിൻ്റെ കീഴേ നിൽക്കുന്നേ. അപ്പോൾ കാറ്റത്ത് ചക്കയില്ല വീണ് ഇനി മുകളിലൊറ്റ ചക്കയില്ല ഇടാൻ വേണ്ടിയിട്ട്. എല്ലാ ചക്കയും താഴെ വീണിട്ടുണ്ട്. അതാ വീഴ്ചയ്ക്ക് ഒറ്റ ചെടിയില്ല താഴെ നിൽക്കുന്നത്. നമ്മുടെ റെഡ് മാരി ഗോൾഡ്, പിന്നെ ഡാലിയ പ്ലാന്റിന് കുഴപ്പമില്ല. കുറേ കാശിത്തുമ്പ എല്ലാം ഒടിച്ച് നുറുക്കി ഇടപാട് തീർത്താണ് എൻ്റെ ഗാർഡൻ ഇട്ടേക്കണേ. പിന്നെ അതാണ് ഒരവസ്ഥ. എല്ലാവർക്കും മഴയൊക്കെ ഇങ്ങനെ പ്ലാന്റിനെയൊക്കെ എങ്ങനെ ബാധിച്ചു അതും കൂടെ ഇത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. എല്ലാത്തിൻ്റെയും ഈ ഒരു സൈസിലാണ് വന്നിരിക്കുക. എല്ലാ പ്ലാന്റും ചേച്ചി ഇതുപോലെ കുഞ്ഞു ചെടിച്ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. എല്ലാം നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതെല്ലാം നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. സ്ഥലം മറക്കല്ല, എടപ്പള്ളിയാണ്. അപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ അയക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ സ്ഥലത്തേക്കും കിട്ടും കേട്ടോ. അങ്ങോട്ട് കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരേ രീതിക്ക് കിട്ടും. കാരണം ഒരേ സ്പീഡിൽ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാം പ്ലാന്റുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് ഞാൻ പറയേണ്ട വലിയ കാര്യമില്ല. നിങ്ങൾ പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം. പ്ലാന്റുകളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്ലാന്റുകൾ വാങ്ങാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. കാരണം അവരുടെ പ്ലാന്റുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ഹെൽത്തി പ്ലാന്റുകൾ, നല്ല ഫ്രഷായിട്ട് ഒരു പഴുത്ത ഇല പോലും ഈ ചെടികളിൽ കാണാൻ പോലും ഇല്ല കേട്ടോ. അതതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാം നല്ല ഫ്രഷായിട്ട് എല്ലാ പ്ലാന്റുകളും എന്നും അങ്ങനെ ശുശ്രൂഷിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരാളുടെ പ്ലാന്റാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ വാങ്ങാമെന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ നമുക്ക് എപ്പേഷ്യ നമുക്ക് എല്ലാം വരുന്നത് 20 രൂപയാണ് കേട്ടോ. എപ്പേഷ്യക്ക് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും. പിന്നെ എപ്പേഷ്യയുടെ ചില വെറൈറ്റീസിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളൊരു ചേച്ചിയോട് ജസ്റ്റ് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രയും പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് വന്നിരുന്നത്. പിന്നെ വാട്ടർ പോപ്പി നമുക്ക് 20 രൂപയാണ് കേട്ടോ. ബാക്കി പ്ലാന്റിൻ്റെ എല്ലാ റേറ്റ് നമ്മൾ ഓൾറെഡി ഇതാ വീഡിയോയിൽ പറഞ്ഞു. എല്ലാം എനിക്ക് പ്ലാന്റുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചിയുടെ പ്ലാന്റുകൾ നല്ല ഫ്രഷായിട്ട് നല്ലപോലെ പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന ഒരാൾ. എൻ്റെയൊക്കെ പ്ലാന്റ് കണ്ടായി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്ലാന്റൊന്നും ഒരു മെനയില്ല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം എനിക്കിതിനൊന്നും നേരവേ എനിക്കിപ്പോൾ കിട്ടാറേ ഇല്ല. ഉള്ള കാര്യം എപ്പോഴേലുമൊക്കെ നോക്കും. ചിലതൊക്കെ വിത്തൊക്കെ പാകി വെച്ചിട്ട് പിന്നെ അത് അവിടെ നിന്ന് കരിഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം കുറച്ച് വിത്ത് പാകി വെച്ചിട്ട് ഇപ്പോൾ കരിഞ്ഞ വെയിൽ 2 ദിവസം വന്നു. ഒരുപാട് പണിയുള്ളതുകൊണ്ട് ആ വശത്തേക്ക് നോക്കാനോ വെള്ളം ഒഴിക്കാനോ പോകാൻ പറ്റില്ല. കുറേ ഇഞ്ചിയും മഞ്ഞളും നടാനുണ്ടായിരുന്നു. ഞാൻ ആ പുറകെയായിരുന്നു. അപ്പോൾ ഇതിന് നോക്കാനേ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ അതെല്ലാം അവിടെ കരിഞ്ഞ് നിൽപ്പുണ്ട്. ഇനി ഞാൻ ഒന്നോടെ പാകണം.
അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ശരിക്കും പ്ലാന്റുകൾ നോക്കാൻ നമുക്കൊരു സമയം വേണം. കാരണം ഒന്നല്ലെങ്കിൽ 2 ദിവസം ചിലപ്പോൾ എനിക്കൊക്കെ ആവശ്യത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും നേരം കിട്ടില്ല. കാരണം പറമ്പിലെ പണി വരുമ്പോൾ. അപ്പോൾ പറമ്പിലെ നോക്കണമല്ലോ, ചെടി മാത്രം നോക്കിയാൽ കാര്യം നടക്കുകയല്ലോ. അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പുതിയൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.